വിരാട് കോഹ്ലി വികാരാധീനാണ്. 19 സംവത്സരങ്ങൾ. 2008 ക്രിക്കറ്റ് ലോകത്ത് ഒരു റവല്യൂഷനായി IPL പിറവികൊള്ളുന്നു. RCB അന്ന് ടീമിലെത്തിച്ചതാണ് അയാളെ. ദാ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. IPL ആദ്യ സീസൺ മുതൽ നാളെ ഇതുവരെ ഒരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടി മാത്രം കളിച്ച ഒരൊറ്റ കളിക്കാരനേ ഉള്ളൂ. അത് കോഹ്ലിയാണ്. RCBക്കോ അയാൾക്കോ ഒരു മാറ്റത്തെക്കുറിച്ച് ഇതുവരെ ചിന്തിക്കേണ്ടി വന്നിട്ടില്ല, ഇനി വരികയുമില്ല. ഇന്നലെ ധരംശാലയിൽ ഗുജറാത്തിന്റെ അവസാന വിക്കറ്റ് വീഴുമ്പോൾ തുള്ളിച്ചാടി ബംഗളൂരുവിന്റെ ഫൈനൽ പ്രവേശം ആഘോഷിക്കുകയായിരുന്നു കോഹ്ലി. 37 വയസ്സുണ്ട് അയാൾക്ക്. സ്റ്റിൽ പീക്ക് പാഷൻ. ആ മൈതാനത്ത് ABD ഉണ്ടായിരുന്നു. കളിക്ക് ശേഷം കോഹ്ലി ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസത്തിന് അരികിലേക്ക് ചെന്നു. അയാളെ ആലിംഗനം ചെയ്തു. പഴയ കഥകൾ വലുതും ഓർത്തെടുത്ത് കാണുന്നു അവരപ്പോൾ. കിരീടമില്ലാക്കാലങ്ങളുടെ പടികൾ പലപ്പോഴും തലയിൽ വന്ന് വീണതാണ്. ക്രിസ് ഗെയിലും ABDയും അടക്കം ക്രിക്കറ്റ് ലോകം കണ്ട കൊലകൊമ്പന്മാർ പലരെയും ഒരു 11-ൽ അണിനിരത്തി തേര് തെളിച്ചിട്ട് പോലും കോഹ്ലിക്ക് ആ കിരീടം 1.5 പതിറ്റാണ്ടിലേറെക്കാലം കിട്ടാക്കടിയായിരുന്നു. ഒടുവിൽ ആ കാത്തിരിപ്പുകളെല്ലാം അവസാനിച്ചു. കോഹ്ലി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ മൈതാനത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. രവിശാസ്ത്രിയുടെ ദേഹത്തേക്ക് അയാൾ ചാടിക്കയറി. ദാ ഒരു വർഷത്തിനിപ്പുറം RCB ഒരിക്കൽ കൂടി IPL ഫൈനലിൽ പ്രവേശിക്കുന്നു. അതും ആധികാരികമായി തന്നെ. പോയിന്റ് ടേബിളിൽ ഒന്നാമതായാണ് ഫിനിഷ് ചെയ്തത്. ക്വാളിഫയറിൽ നേരിട്ടത് ഈ ടൂർണമെന്റിലെ വെൽ ബാലൻസ്ഡ് ആയ ഒരു നിരയെ. പവർ പ്ലേകളിൽ അവരുടെ ബോർഡർമാർ വിതക്കുന്ന അപകടം പലപ്പോഴും എതിരാളികളെ ക്ലൂലെസ് ആക്കാറുണ്ടായിരുന്നു. ഇരു ടീമുകളും ന്യൂ ബോൾ സ്പെഷ്യലിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞതാണ്. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച 2 ബോളിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ. ധരംശാലയിൽ ടോസ് നേടിയ ടീം ഉറപ്പായും ബോളിംഗെ തെരഞ്ഞെടുത്തു. കാരണം സമീപകാല മത്സരങ്ങളിലൊക്കെ അവിടെ ചേസിങ്ങിനിറങ്ങിയ ടീം ജയിച്ച ചരിത്രമാണുള്ളത്. ഇന്നലെ ഗുജറാത്തിനെയാണ് ടോസ് ഭാഗ്യം തുണച്ചത്. RCB നിരയിലാകട്ടെ ഫിൽസാൾട്ട് ഇല്ലതാനും. അന്തരീക്ഷം ഒന്നടങ്കം പ്രതികൂലമായി നിൽക്കുമ്പോൾ എതിരാളികളെ തറപറ്റിച്ചൊരു കൂറ്റൻ ജയം കുറിക്കുക, അതിലെ ഒരു ത്രില്ലുള്ളൂ. ധരംശാലയിൽ ശുഭ്മാൻ ഗില്ലിന്റെ കണക്കുകൂട്ടലുകൾ മുഴുവൻ പിഴച്ചു. കഴിഞ്ഞ 8 മത്സരങ്ങളിലായി പവർ പ്ലേയിൽ സിറാജോ റബാഡയോ അല്ലാത്ത മറ്റൊരു ബോളറെ കുറിച്ച് ഗില്ലിന് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ഇന്നലെ അയാൾക്കത് ചിന്തിക്കേണ്ടി വന്നു. സിറാജും റബാഡയും കണക്കിന് തല്ലുവാങ്ങിക്കൂട്ടിയ ഒരു ദിവസം ഗില്ലിന്റെ കാൽക്കുലേഷനുകൾ പിഴച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഗിൽ ജേസൺ ഹോൾഡറെ വിളിച്ചു. പവർ പ്ലേയിൽ കോഹ്ലിയും പടിക്കലും അയ്യരും ചേർന്ന് ഗുജറാത്തിനെ ആവോളം പ്രഹരിച്ചു. 6 ഓവർ പൂർത്തിയാകുമ്പോൾ 76 റൺസ് സ്കോർ ബോർഡിൽ തെളിയുന്നു. റബാഡ പവർ പ്ലേയിൽ എറിഞ്ഞ 3 ഓവറിൽ വഴങ്ങിയത് 39 റൺസാണ്. സിറാജ് ആകട്ടെ 2 ഓവറിൽ 25 റൺസും. പിന്നെ ഹോൾഡറും റാഷിദ് ഖാനും ചേർന്ന് പതിയെ ഗുജറാത്തിനെ കളിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. 9-ാം ഓവറിൽ ഹോൾഡറിന്റെ ഇരട്ടപ്രഹരം. കോഹ്ലിയും പടിക്കലും വീണു. 3 ഓവർ തുടർച്ചയായി ബൗണ്ടറി ഇല്ലാതെ പൂർത്തിയാകുന്നു. അപ്പോഴേക്കും ബംഗളൂരു നായകൻ രജത് പട്ടീദാർ ക്രീസിലെത്തിയിട്ടുണ്ട്. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ബംഗളൂരു ഇന്നിംഗ്സ് 15-ാം ഓവറിലേക്ക് കടക്കുമ്പോൾ 13 പന്തിൽ 21 റൺസാണ് അയാളുടെ സമ്പാദ്യം. ഡെത്ത് ഓവറുകളിൽ റൺ ഉയർത്തേണ്ട ഉത്തരവാദിത്തം ഇനി പട്ടീദാറിന്റെ തലയിലാണ്. കൃണാൽ പാണ്ഡ്യയ്ക്ക് സ്ഥാനക്കയറ്റം നൽകിയത് നന്നായെന്ന് ബംഗളൂരു തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ. കൃണാൽ ഒരറ്റത്ത് സ്കോർ ഉയർത്തിക്കൊണ്ടിരുന്നു. 15-ാം ഓവർ എറിയാൻ കുൽവന്ത് കെജറോലിയെ വിളിച്ച് ശുഭ്മാൻ ഗിൽ വലിയൊരു ഗാംബ്ലിങ്ങിന് മുതിരുന്നു. പട്ടീദാറാണ് സ്ട്രൈക്കിൽ. പിന്നെ അവിടെ കണ്ടത് പന്ത് സ്റ്റേഡിയത്തിൽ തലങ്ങും വിലങ്ങും പായുന്നതാണ്. 4 ഫോറും 1 സിക്സറും അടക്കം 28 റൺസാണ് പട്ടീദാർ ആ ഓവറിൽ അടിച്ചെടുത്തത്. ട്രാക്കിലായ ബംഗളൂരു നായകൻ തൊട്ടടുത്ത ഓവറിൽ റാഷിദ് ഖാനെ നിലം തൊടാതെ 2 തവണ ഗ്യാലറി എത്തിക്കുന്നുണ്ട്. അതേ ഓവറിൽ കൃണാളും പറത്തി 1 സിക്സർ. തൊട്ടടുത്ത ഓവറിൽ റബാഡയായിരുന്നു പട്ടീദാറിന്റെ ഇര. തുടർച്ചയായി 2 തവണ റബാഡയെ ഗ്യാലറിയിൽ എത്തിച്ച് പട്ടീദാർ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. ആ ഓവറിൽ കൃണാൽ പാണ്ഡ്യ നേരത്തെ പുറത്താകുന്നുണ്ട്. ഒറ്റയടിക്ക് 23 പന്തിൽ 62 റൺസായി പട്ടീദാറിന്റെ സ്കോർ ഉയർന്നു. അപ്പോഴും RCB 250 കടക്കുമെന്ന് ഒരാളും കരുതിയതല്ല. സിറാജിന്റെ 19-ാം ഓവർ കളിയുടെ ഗതി തിരിച്ചു. 2 സിക്സും 2 ഫോറും സഹിതം ആ ഓവറിൽ പിറന്നത് 21 റൺസാണ്. അവസാന ഓവറിൽ പ്രസിദ്ധ് കൃഷ്ണയെ 2 സിക്സർ കൂടെ പായിച്ച് ക്യാപ്റ്റൻ പട്ടീദാർ RCBയെ 250-ൽ എത്തിച്ചു. IPL പ്ലേ ഓഫിൽ അതിനു മുമ്പ് അത്രയും വലിയൊരു സ്കോർ ഉയർന്നിട്ടില്ല. അതിനാൽ തന്നെ ചേസിംഗ് ധരംശാലയിൽ ഇനി അത്ര എളുപ്പമല്ലെന്ന് ഗില്ലിന്റെ മനസ്സ് മന്ത്രിച്ചു. പ്രസിദ്ധ് കൃഷ്ണയുടെ 14-ാം ഓവറിൽ പട്ടീദാറിനെ വിട്ടുകളഞ്ഞതിന് റബാഡ കൊടുക്കേണ്ടി വന്നത് വലിയ വിലയാണ്. അപ്പുറത്ത് ഭുവനേശ്വർ കുമാറും ഹേസൽവുഡും മാത്രമല്ല, ജേക്കബ് ഡഫ് കൂടി RCB നിരയിൽ ഒരുങ്ങി നിന്നു. രാഹുൽ തവാട്ടിയുടെയും ജോസ് ബട്ട്ലറുടെയും പോരാട്ടമൊടിച്ചാൽ മറ്റൊരാൾക്കും ബംഗളൂരുവിനോട് മറുപടികൾ ഉണ്ടായിരുന്നില്ല. 7 പേർ 2 അക്കം പോലും കാണാതെ പുറത്തായി. ജേക്കബ് ഡഫി 3 വിക്കറ്റുകൾ പോക്കറ്റിലാക്കിയപ്പോൾ ഭുവിയും റാസിഖ് സലാമും കൃണാൽ പാണ്ഡ്യയും 2 വിക്കറ്റുകൾ വീതം സ്വന്തമാക്കി. ഒടുവിൽ
വിജയലക്ഷ്യത്തിന് 92 റൺസ് അകലെ ഗുജറാത്ത് വീണു. പർപ്പിൾ ക്യാപ് ലിസ്റ്റിൽ 26 വിക്കറ്റുകളുമായി ഭുവി 1-ാം സ്ഥാനത്ത്. ഇന്ത്യൻ ടീമിന്റെ പടിവാതിൽ പോലും കാണാതെ അയാൾ എണ്ണിത്തീർത്ത ദിവസങ്ങൾക്ക് അടുത്തെപ്പോഴെങ്കിലും അന്ത്യമുണ്ടാകുമോ എന്ന് ആരാധകർ ചോദിക്കുന്നു. ഫൈനലിൽ തങ്ങളുടെ എതിരാളികൾ ആരാണെന്നറിയാൻ RCB ഇനി കാത്തിരിക്കും. ഇക്കുറിയും കിരീടപ്പോലുള്ള ഹോട്ട് ഫേവറിറ്റുകൾ അവർ തന്നെയാണ്. 2 കൊല്ലത്തിനിടെ വിരാട് കോഹ്ലിയുടെ 2ാം കിരീടം. അതാണ് ആരാധകർ സ്വപ്നം കാണുന്നത്. 1.5 പതിറ്റാണ്ടിലേറെ കാലം കാത്തിരുന്നതല്ലേ. അയാൾ തന്നെ ഒരിക്കൽ കൂടി അത് നേടട്ടെ എന്ന് ആഗ്രഹിക്കാം, ആശംസിക്കാം.